ഭീതിയിലാണ് വയനാടും കേരള ജനതയും ഉള്ളത്. ശക്തമായ മഴ ജില്ലയിൽ തുടരുന്നു. ചൂരൽമല പുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നൊരു സാഹചര്യമുണ്ട്. പുഴ നവീകരണത്തിന്റെ ഭാഗമായി ഇരുകരകളിലും ഇട്ട മണ്ണ് കൂടി ഒലിച്ചുപോയി. അട്ടമല റോഡിൽ വെള്ളം കയറുകയാണ്. അപകട മേഖലയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം സർക്കാർ വാഗ്ദാനം ചെയ്ത 300 രൂപ പോലും നൽകുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിഷേധവുമായി നാട്ടുകാരും രംഗത്തുണ്ട്. വില്ലേജ് ഓഫീസറെ പ്രദേശവാസികൾ തടയുകയുമുണ്ടായി. കുടുംബങ്ങൾക്കും അടുത്ത ഈ പ്രതിസന്ധി തീരുന്നത് വരെയുള്ള ദിനപത്ത കിട്ടിയേ പറ്റുള്ളൂ. അത് കിട്ടുന്നത് വരെ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ഇവിടെ നിൽക്കും, നിങ്ങൾ ഉറപ്പ് തരുന്നവരെ. നിങ്ങൾ പറയാനുള്ളത് പറഞ്ഞോളൂ. നിങ്ങൾക്ക് പറയാനുണ്ടോ? അതും കൂടി കേട്ടോളൂ. ഇവിടെ 6 മണി മുതൽ ഈ പ്രതിസന്ധി ഉണ്ട്. 6 മണി മുതൽ പ്രതിസന്ധി ഉണ്ട്. ഇവിടെ വില്ലേജ് ഓഫീസർ എത്തുന്നത് 3/4 മണിക്കൂർ മുമ്പാണ്. നിങ്ങളുടെ ആളുകൾ ഇവിടെ എത്തുന്നത് അതിനുശേഷമാണ്. ഫയർഫോഴ്സ് പോലും ഇവിടെ എത്തുന്നത് വില്ലേജ് ഓഫീസർ എത്തിയതിനു ശേഷമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ റാണിമൽ അവിടെ മുണ്ടക്കയിലും അട്ടമലയിൽ നിന്നൊക്കെ ആളുകളെ 90% പുറത്തെത്തിച്ചതിന് ശേഷമാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരാളുമെങ്കിലും ഇവിടേക്ക് വരുന്നത്. അപ്പൊ ഞങ്ങളുടെ ജീവന് നിങ്ങൾ എത്രയാണ് ഗൗരവം കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. വെള്ളം കയറി കഴിഞ്ഞ പ്രാവശ്യം വെള്ളം കയറി, ഈ പ്രാവശ്യം ഇപ്പൊ വെള്ളം വരുന്നുണ്ടിട്ട് ഓടി കയറിയത് വെള്ളം ബുദ്ധിമുട്ടാണ്. അതിന്റെ ഒരു ആനുകൂല്യം 300 രൂപയ്ക്കുള്ള അതുപോലെ ഞങ്ങൾക്കില്ല. ഞങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ട്. റോഡിന്റെ സൈഡ് തന്നെയാണ്. എല്ലാ മഴയത്തും അവർ മാറി താമസിക്കുന്നത് തന്നെയാണ്. എന്നിട്ട് അവര് എല്ലാത്തിനും ഒഴിവാക്കിയിരിക്കുകയാണ്. ഞങ്ങളുടെ ഭാഗത്തും അങ്ങനെ തന്നെയാണ്. എല്ലാവരും ഞങ്ങൾ ഒഴിവാക്കി നിർത്തി. ഞങ്ങൾ 8 മണിയാകുമ്പോൾ ഇറങ്ങി അപ്പം അത്ര വെള്ളമില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളം ഒന്നിട്ടും വരുന്നു, കലങ്ങി വരുന്നുണ്ട്. കയറിക്കോളിയാണ് ഞങ്ങൾ സൂപ്പറേറ്ററാണ്. അപ്പൊ കയറി നിന്ന് അപ്പത്തേക്ക് പിന്നെ നോക്കുമ്പോൾ അവിടെ വീട് ആദ്യം പോയ വീടിന്റെ മേലെ വരെ വെള്ളമായി. അത് കയറി ഓടി വന്നതാണ്. ആൾക്കാർക്ക് അക്കരെ കളിക്കാൻ പറ്റിയപ്പോ അപ്പൊ ഞങ്ങളൊക്കെ വൈകുന്നേരം വീട്ടിൽ തന്നെ. മഴയാണെങ്കിൽ ഈ കണ്ട ജനങ്ങൾക്ക് എങ്ങനെയാ വീട്ടിലിരിക്കുക? അതുകൊണ്ടാണ് അവർ പഠിച്ചു വരുന്നത്. 10-40 പേരുണ്ട് തൊഴിലുറപ്പില്. ഞങ്ങൾ മഴ ഒരു സാധനം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇന്ന് വരെ 60 രൂപയെങ്കിലും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവർ മഴയത്തെങ്കിലും വരുന്നത്. ബെയിലി പാലം കടന്ന് അപ്പുറത്ത് പോയ മുഴുവൻ ആളുകളെയും സുരക്ഷിതരായി തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പുഴയുടെ ഒഴുക്ക് ഒന്ന് ശമിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഏത് മേഖലയിലൂടെയാണത് പോയത്, അവിടെ എന്താണ് പ്രയാസം എന്നുള്ളതും ആ പ്രദേശത്തിന് എന്ത് ചെയ്യണം എന്നുള്ളത് അതുകൂടി കഴിഞ്ഞിട്ട് ജനങ്ങളെ കൂടി കേട്ടതിന് ശേഷമാണ് നമുക്കൊന്ന് പോകാൻ കഴിയുന്നത്. ജനങ്ങൾക്ക് ചെറിയ ആശങ്കകളുണ്ട്. കാരണം ഇന്നലെ രാത്രി പെയ്ത മഴയാണ്. ഒരു ദിവസം മഴ പെയ്യുമ്പോഴേക്കും ഈ രീതിയിലാണ് ഇന്നത്തെ അവസ്ഥ. ജോൺ മത്തായി കമ്മിറ്റി റിപ്പോർട്ട് ബേസ്ലെസ് ആണ് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ സാഹചര്യം. അദ്ദേഹം വാസയോഗ്യമാണ്, ഇത് ജീവിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ പ്രദേശത്ത് കൂടി എടുത്ത് പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അന്നും ജനം പറഞ്ഞതാണ് അതായിരിക്കരുത് മാനദണ്ഡം. നമ്മളും പറഞ്ഞതാണ് ദുരന്തത്തിന്റെ മാനദണ്ഡം ദുരന്തം മാത്രമായിരിക്കണം. അല്ലാതെ ചില കമ്മിറ്റികൾ വാസയോഗ്യമാണെന്ന് പറഞ്ഞ സ്ഥലത്തിലൂടെ പുഴ ഒഴുകുകയും അവിടുന്ന് നടക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. അടിയന്തരമായി സർക്കാർ ഇതിനകത്ത് ഇടപെട്ട് ഒന്നും കൂടി പരിശോധന നടത്തി ഇവിടുത്തെ മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ളതാണ് പറയാനുള്ളത്. അർജുൻ PS ചേരുകയാണ് വിവരങ്ങളുമായി. അർജുൻ, ഈ പുന്നപ്പുഴയിൽ ജലനിരക്ക് ക്രമാതീതമായി ഉയരുന്നു, അസാധാരണമായ നിലയിൽ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. ഇന്നലെ വൈകുന്നേരം മുതൽ തുടങ്ങിയ മഴയാണ്. ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണ്? ബെയിലി പാലം വഴി ആളുകളെ കടത്തി വിടാറായിട്ടുണ്ടോ? തീർച്ചയായും ഇപ്പോൾ ഈ പ്രദേശത്തേക്ക് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. ആളുകൾക്കൊന്നും ഈ പാലത്തിന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ തീരുമാനം. അത്തരത്തിലാണ് ദുരന്ത നിവാരണ അതോറിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. ആളുകൾക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. തൽക്കാലത്തേക്ക് ഈ സ്ഥലത്തേക്കുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനാൽ തന്നെയും നാട്ടുകാർ വലിയ പ്രതിഷേധമാണ് ഇവിടെ ഉയർത്തിയിരുന്നത്. അതായത് തങ്ങൾക്ക് ഇത്ര കാലമായിട്ടും യാതൊരു വിധത്തിലുള്ള ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല. ഈ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ തന്നെ പലർക്കും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. മാത്രമല്ല ഈ ഒരു പ്രദേശത്ത് ജോൺ മത്തായിയുടെ നേതൃത്വത്തിലൊക്കെ ഗോസോൺ ഏരിയകളൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. മാത്രമല്ല ഈ ഒരു പ്രദേശത്തെ താമസ യോഗ്യമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നേരത്തെ തന്നെ അടയാളപ്പെടുത്തിയിരുന്നു. പക്ഷേ ഈ സ്ഥലങ്ങളിലേക്കൊക്കെയാണ് ഇന്ന് വെള്ളം ഒലിച്ചു വന്നിട്ടുള്ളത്. ഉരുൾപൊട്ടലല്ല എന്നുള്ളത് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പക്കൽ നിന്നും ഇത് ഉരുൾപൊട്ടലല്ല എന്നുള്ള ഒരു തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ അത്തരത്തിലാണ് ദുരന്ത നിവാരണ അതോറിറ്റി പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായും നേരത്തെ ഇടിഞ്ഞ മണ്ണ്, നേരത്തെ ഉരുൾപൊട്ടിയ സ്ഥലത്ത് കുറച്ച് മണ്ണ് ബാക്കി ഉണ്ടായിരുന്നു. ആ മണ്ണ് ഇളകി നിൽക്കുന്ന മണ്ണായിരുന്നു. ആ മണ്ണാണ് പിന്നീട് അവിടെ നിന്നും ഒലിച്ചു വന്നത്. അത് മലയുടെ മുകളിൽ ശക്തമായ മഴ പെയ്തപ്പോഴാണ് ഇത്തരത്തിൽ ആ മണ്ണ് താഴേക്ക് ഒലിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്ന്
ആ മണ്ണ് ഒലിച്ചു വരികയും പുന്നപ്പുഴയിലേക്ക്, അതായത് ചൂരമലയിലുള്ള പുന്നപ്പുഴയിലേക്ക് ഒലിച്ചു വരികയും ആ ഭാഗത്തുള്ള മറ്റ് ചെളിയും കല്ലുമെല്ലാം ഒഴുകി ഈ പ്രദേശത്തേക്ക്, ചൂരമല പ്രദേശത്തേക്ക് എത്തുകയും ചെയ്തത്. അതിൽ മറ്റൊരു അപകടം എന്ന് പറയുന്നത്, സർക്കാർ നേരത്തെ തന്നെ ഈ പുന്നപ്പുഴ വൃത്തിയാക്കുവാൻ വേണ്ടി 190 രൂപ അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് പ്രകാരം ഈ പുന്നപ്പുഴയിലെ മണ്ണും ചെളിയും ഒക്കെ വാരി ഈ പുന്നപ്പുഴയുടെ ഇരുഭാഗങ്ങളിലും കയറ്റി വെക്കുന്ന, അല്ലെങ്കിൽ വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് അശാസ്ത്രീയമായ രീതിയിലാണ് എന്നുള്ളത് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതാണ്. സ്വാഭാവികമായും മഴ പെയ്തപ്പോൾ ആ മണ്ണെല്ലാം വീണ്ടും ഒഴുകി ഈ പുഴയിലേക്ക് തന്നെ ഒഴുകി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതേ തുടർന്ന് പുഴയുടെ ജലനിരപ്പ് വീണ്ടും ഉയരുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് ഈ പുഴ വീണ്ടും ഗതിയെ മാറി ഒഴുകുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അട്ടമല ഭാഗത്തേക്കടക്കം ആ പുഴ ഗതി മാറി ഒഴുകുന്ന സാഹചര്യമുണ്ടായി. നമുക്ക് ദൃശ്യങ്ങളിൽ ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതായത് പുഞ്ചിരിമട്ടത്തെ ദൃശ്യങ്ങളടക്കം നമ്മൾക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പുഞ്ചിരിമട്ടത്തെ ആ പ്രദേശത്തെ റോഡ്, അതായത് മുകളിലേക്ക് ആർക്കും പോകുവാൻ കഴിയില്ല. പക്ഷേ നമുക്ക് ഈ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് പുഞ്ചിരിമട്ടത്തെ റോഡിലേക്ക് അടക്കം ഇപ്പോൾ വെള്ളം കുതിച്ചെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. തുടരുക, ഇവിടെ ഞാൻ ഇടപെടുകയാണ്. കാരണം പുഞ്ചിരിമറ്റത്ത് പുതിയ ഉരുൾപൊട്ടൽ ഒന്നും സ്ഥിരീകരിച്ചിട്ടില്ല എന്നാണ് പക്ഷേ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. മഴയിൽ ഒഴുകി വരുന്നത് നേരത്തെ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഇളകിയ മണ്ണെന്നുള്ള വിലയിരുത്തൽ കൂടി അവർ നടത്തുന്നുണ്ട്. ഇതിന്റെ വിശദാംശങ്ങൾ പ്രജിത് മോഹനൻ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. പ്രജിത്ത് കേൾക്കാമെങ്കിൽ, പുഞ്ചിരിമറ്റത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടില്ല എന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥിരീകരിക്കുന്നത് നിലവിൽ വയനാട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടില്ല. നേരത്തെ തന്നെ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി ആ മലയുടെ വശങ്ങളിൽ അല്പം മണ്ണ് ഇളകിയിരിപ്പുണ്ടായിരുന്നു. അതുതന്നെയാണ് ഈ മല മുകളിലൊക്കെ മഴ ശക്തമായ സാഹചര്യത്തിൽ വെള്ളത്തോടൊപ്പം താഴേക്ക് ഒലിച്ചിറങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നതും പിന്നീട് പുന്നപ്പുഴയിലൂടെ വലിയ രീതിയിൽ കുത്തിയൊലിച്ചു പോകുന്നതും കണ്ടത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ വീണ്ടും ആവർത്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതുപോലെയുള്ള സംവിധാനങ്ങൾ, ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഇനിയും ഉണ്ടാകാം. കാരണം ഈ ഇടിഞ്ഞ മണ്ണ് പൂർണ്ണമായും അത് വഴിയോടൊപ്പം വെള്ളത്തോടൊപ്പം ഒലിച്ചു നീങ്ങി പോകേണ്ടതുണ്ട്. അങ്ങനെയാണ് ആ പ്രദേശത്തെ ഡിബ്രീസ് മുഴുവൻ വാഷ് ഔട്ട് ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നു. അതായത് ഇനിയും വരുന്ന ദിവസങ്ങളിൽ സമാനമായ സാഹചര്യം പുന്നപ്പുഴയിൽ ഉണ്ടാകാം. കൂടുതൽ മണ്ണും ചെളിയുമൊക്കെ ഒലിച്ച് നദിയിലൂടെ പോകുന്ന കാഴ്ച കാണുന്ന സാഹചര്യം ഉണ്ടാകാം. അപ്പോൾ അതൊരു ഉരുൾപൊട്ടലാണ് എന്ന രീതിയിലുള്ള ഒരു ആശങ്കയിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത്. ഒരുപക്ഷെ ഉരുൾപൊട്ടുകയാണെങ്കിലും അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ വരിക എന്നുള്ളത് കൊണ്ട് തന്നെ അത് ആശങ്ക ഒഴിയുന്ന ഒരു സാഹചര്യമല്ല. കാരണം ഓരോ സമയവും ഇത്തരത്തിൽ മണ്ണും ചെളിയും ഒഴുകി വരുമ്പോൾ അത് ഉരുൾപൊട്ടലാണോ എന്നുള്ള ആശങ്ക സ്വാഭാവികമായും ജനങ്ങൾക്കുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അത് എത്രത്തോളം ആശങ്ക അകറ്റുന്നതാണ് ആ വിശദീകരണം എന്നുള്ളതിൽ നമുക്ക് ഇപ്പോഴും ഒരു കൃത്യത പറയാൻ കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ വനത്തിലെവിടെയെങ്കിലും ഉരുൾപൊട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും ഒരു സ്ഥിരീകരണമില്ല എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ പുഴയിലും പുഴയുടെ പരിസരത്തുള്ള നോ ഗോൺ സോണുകളിലും ആളുകൾ പ്രവേശിക്കരുത്, അതിനുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നുണ്ട്. ഈ നേരത്തെ ഉരുൾപൊട്ടിയ ഭാഗത്ത് നിന്ന് അല്പം മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ട് എന്നുള്ള കാര്യം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം പെയ്ത മഴയുടെ ശക്തിയിലാണ് ഇപ്പോൾ ഈ വെള്ളം നദിയിൽ ഉയർന്നു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നുള്ള കാര്യം കൂടിയാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. വയനാട് അടക്കം 4 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്ന സാഹചര്യമുണ്ട്. അത് അടുത്ത 24 മണിക്കൂർ ഫോർകാസ്റ്റിലാണ് ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത്. അടുത്ത 3 മണിക്കൂർ നേരത്തേക്ക് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ കൃത്യമായി പറയുകയാണെങ്കിൽ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, അതായത് പത്തനംതിട്ട മുതൽ വടക്കോട്ട് ഏതാണ്ട് എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടിന് സമാനമായ മഴ അടുത്ത 3 മണിക്കൂറിൽ പെയ്യുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന അലർട്ട്. 24 മണിക്കൂർ മുന്നറിയിപ്പ് വരുമ്പോൾ വയനാട്, പാലക്കാട്, ഇടുക്കി തുടങ്ങിയിട്ടുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടിന് സമാനമായ മഴ 24 മണിക്കൂർ നേരത്തേക്ക് ലഭ്യമാകാം എന്നുള്ള കാര്യവും അറിയിക്കുന്നു. അടുത്ത 3 ദിവസം സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ ഏതാണ്ട് ഇപ്പോൾ പറഞ്ഞതുപോലെയാണ് തിരുവനന്തപുരം, കൊല്ലം ഒഴിച്ചുള്ള ജില്ലകളിലെല്ലാം തന്നെ അതിശക്തമായ മഴ അടുത്ത 3-4 ദിവസത്തേക്ക് പെയ്യുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. മിക്കവാറും ജില്ലകളിൽ യെല്ലോ അലർട്ട് ഉണ്ട്. 1-2 ജില്ലകളിൽ 1-2 ദിവസങ്ങളിൽ ഓറഞ്ച് അലർട്ടും നൽകിയിരിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ മഴ കനക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നുള്ളത് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അറിയിക്കുന്നത്. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു സാഹചര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാനത്തെ 18ഓളം ജില്ലകളിൽ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ നെയ്യാറ്, പത്തനംതിട്ടയിൽ പമ്പയിലുണ്ട്. അതോടൊപ്പം പിന്നീട് അങ്ങോട്ട്
നമ്മൾ വടക്കോട്ട് പോകുമ്പോഴാണ് ഈ രീതിയിൽ ജലനിരപ്പിൽ മാറ്റം വരുന്നത്. ഇടുക്കി ജില്ലയിൽ വണ്ടിപ്പെരിയാറിലും ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്ന സാഹചര്യമുണ്ട്. പിന്നീട് കണക്ക് കൂട്ടുന്നതാണ് ഒരുപക്ഷെ വടക്കൻ കേരളത്തിൽ തന്നെ ഈ മഴ കൂടുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും ഭയാനകം വയനാട്ടിലെ സാഹചര്യം തന്നെയാണ്. വീണ്ടും അർജുനിലേക്ക് എത്തുകയാണ്. അർജുൻ, ഇപ്പോൾ പ്രജിത്ത് ചൂണ്ടിക്കാട്ടിയ പോലെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഉരുൾപൊട്ടലല്ല അവിടെ ഉണ്ടായത് എന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇതേ അഭിപ്രായം കളക്ടറും നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. അവിടെ നിന്ന് ജനങ്ങളെ, അതായത് അപകട സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് ജനങ്ങളെ മാറ്റിയതായാണ് കളക്ടർ അറിയിച്ചതും. പക്ഷേ അങ്ങനെ പറയുമ്പോഴും അർജുൻ, ജനങ്ങളുടെ പ്രതിഷേധം അവിടെ ഇരമ്പുകയായിരുന്നു നേരത്തെ. കാരണം സുരക്ഷിതമല്ലാത്ത ഇടങ്ങളിൽ അത് സുരക്ഷിതമാണ് എന്ന് പറഞ്ഞ് അവരെ പാർപ്പിച്ചു എന്നുള്ള പ്രതികരണങ്ങൾ ജനം ടിവിക്ക് ഉൾപ്പെടെ ലഭിച്ചിരുന്നു. വയനാട്ടിൽ ശക്തമായ മഴ ഇപ്പോഴും തുടരുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ ജനങ്ങളുടെ പ്രതിഷേധം അത് സുരക്ഷിതമല്ലാത്ത പ്രദേശങ്ങളിൽ കൂടി സുരക്ഷിതമാണ് എന്ന് പറഞ്ഞ് തങ്ങളെ അവിടെ പാർപ്പിച്ചത് എന്തിനാണെന്നുള്ള ചോദ്യം അവർ ഈ ഘട്ടത്തിൽ ചോദിക്കുന്നുണ്ട്. കാരണം അവിടെയെല്ലാം ഇപ്പോൾ ഭീതിജനകമായ സാഹചര്യമാണ്. അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിക്കേണ്ടി വന്നു. പൂർണ്ണമായും ആളുകളെ ഒഴിപ്പിച്ചതായി കളക്ടർ പറയുന്നുണ്ട്. ഇനി ബെയിലി പാലം, നമ്മൾ ഓർക്കുന്നുണ്ടാവും, കഴിഞ്ഞ വർഷം ജൂലൈ അവസാനത്തോടെയാണ് വയനാട്ടിൽ കേരളത്തെ ഒരിക്കലും മറക്കാനാവാത്ത വിധത്തിൽ പേടിപ്പിച്ച ആ ഉരുൾപൊട്ടൽ ഉണ്ടായത്. അന്ന് സൈന്യം രക്ഷാപ്രവർത്തനത്തിന് മുൻകൈ എടുത്തതും ബെയിലി പാലം നിർമ്മിച്ചതുമൊക്കെ നമുക്ക് ഇപ്പോഴും തെളിവാർന്ന ഓർമ്മയാണ്. ആ ബെയിലി പാലത്തിന് മറുകരയിൽ തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നൊരു സാഹചര്യമുണ്ട്. അവരെ ഇപ്പുറത്തേക്ക് എത്തിക്കണം. ശക്തമായ മഴയും അതോടൊപ്പം തന്നെ പുഴയിൽ കുത്തൊഴുക്ക് വർദ്ധിച്ചതുമൊക്കെ, നീരൊഴുക്ക് വർദ്ധിച്ചതുമൊക്കെ ഇതിന് തടസ്സമായി നിൽക്കുന്നുണ്ട്. ഇനി മഴ ശമിക്കുമോ എന്നുള്ള ചോദ്യം. പക്ഷേ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് നിലനിൽക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാനുള്ളൊരു സാഹചര്യമുണ്ട് എന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പുണ്ടായി. അപ്പോൾ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് പ്രത്യേകിച്ചും വടക്കൻ ജില്ലകളിൽ മഴ കൂടുതലായിട്ട് പെയ്തേക്കും എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. അർജുൻ, ഈ ജനങ്ങളുടെ പ്രതിഷേധം നേരത്തെ നമ്മളോട് പ്രതികരിച്ചവർ തന്നെ പറയുകയുണ്ടായി, പാളിച്ചകൾ ഉണ്ടായിരുന്നു അവരെ പാർപ്പിച്ചതിലും അതോടൊപ്പം തന്നെ അവർക്ക് നൽകാൻ എന്ന് പറഞ്ഞ് പറ്റിച്ച ധനസഹായത്തിന്റെ പേരിലുമൊക്കെ. തന്നെയാണ് നമ്മളോട് നേരത്തെ പ്രതികരിച്ച അടക്കം പറയുന്നത്. അതാണ് 300 രൂപ ഇവർക്ക് നൽകിക്കൊണ്ടിരുന്ന അടക്കം ഇപ്പോൾ നിന്നിട്ടുള്ള ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് വലിയ രീതിയിൽ പ്രതിഷേധമുണ്ട്. മാത്രമല്ല, എത്രയും പെട്ടെന്ന് ടൗൺഷിപ്പ് പദ്ധതി പൂർത്തിയാക്കുക, ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത്. ടൗൺഷിപ്പ് പദ്ധതി 1 വർഷമായി ഇതുവരെയും അതിന്റെ ഒരു പകുതി പോലും ആയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായ ഒരു വസ്തുത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ടൗൺഷിപ്പ് പദ്ധതി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കിക്കൊണ്ട് തങ്ങളെ ഈ പ്രദേശത്ത് മാറ്റണം എന്നുള്ളതാണ് ഇവർ ആവശ്യപ്പെടുന്നത്. നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. അതായത് പണം ലഭിച്ചവർ, അതായത് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പണം ലഭിച്ചവർ അല്ലെങ്കിൽ ഈ വാടക വീടുകൾക്ക് പോയവർ, അവരുടെ ഈ നിലവിലുള്ള സ്ഥലത്തുള്ള, അതായത് ചൂരമല, മുണ്ടക്കൈ സ്ഥലങ്ങളിലുള്ള വീടുകളെല്ലാം പൊളിച്ചു മാറ്റണമെന്നുള്ള ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷേ അതിനെതിരെയൊക്കെ നാട്ടുകാർ ഇപ്പോൾ പ്രതികരിച്ചു തുടങ്ങി. കാരണം തങ്ങൾക്ക് ഇപ്പോൾ ടൗൺഷിപ്പ് പദ്ധതി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കേണ്ടതുണ്ട്. ആ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ തങ്ങൾക്ക് ഇത്തരത്തിൽ ഈ വീടുകളൊക്കെ പൊളിച്ചു മാറ്റാൻ സാധിക്കൂ എന്നുള്ളതാണ് ഇവർ ഈ ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ തന്നെയും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് സ്ഥലത്ത് അരങ്ങേറിയിട്ടുള്ളത്. ഇപ്പോഴും മഴ കൂടുതലായി ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് ആ പ്രദേശത്ത് എന്നുള്ളതാണ് നമുക്കിപ്പോഴും പറയുവാനുള്ളത്. അല്പസമയം മുമ്പ് വരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയർന്നെങ്കിലും ഇപ്പോൾ ആ പ്രതിഷേധത്തിന് ഒരു അയവ് വന്നിട്ടുണ്ട്. ജില്ലാ അതോറിറ്റിയുടെ അംഗങ്ങളടക്കം ഈ പ്രദേശത്തെത്തി കൃത്യമായി തന്നെ കാര്യങ്ങൾ വിവരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ജില്ലാ കളക്ടർ ഈ കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ആവുന്നതെല്ലാം ചെയ്യുമെന്നുള്ള കാര്യങ്ങളൊക്കെ ജില്ലാ കളക്ടർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ തന്നെ ഈ പ്രദേശത്തെ സേഫായിട്ടുള്ള പ്രദേശങ്ങൾ വീണ്ടും ഒന്നുകൂടി കൃത്യമായി കണക്കാക്കിക്കൊണ്ട് തങ്ങൾക്ക് കൃത്യമായി എവിടെയാണ് സേഫായിട്ടുള്ള സ്ഥലങ്ങൾ എന്നുള്ളത് അറിയണം എന്നുള്ളതാണ് ഇവരുടെ പ്രധാന ആവശ്യം. അനു, എന്തായാലും ചൂരൽമല, മുണ്ടക്കൈ മേഖലകളിൽ ശക്തമായ മഴ തുടരുകയാണ്. അതിശക്തമായ മഴ മുണ്ടക്കൈ വനമേഖലയിലായിട്ട് 100 മില്ലിമീറ്ററിലധികം മഴ രേഖപ്പെടുത്തി മഴമാപിനിയിൽ എന്നൊക്കെയാണ് വരുന്ന റിപ്പോർട്ടുകൾ.